പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ അഹങ്കാരം കാരണം പാകിസ്ഥാനിൽ രക്തം വാർന്നൊലിക്കുകയാണെന്ന് ഇമ്രാൻഖാന്റെ അടുത്ത സഹായി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യ കുറഞ്ഞത് 17-ലധികം തീവ്രവാദികളെ ഇല്ലാതാക്കി. ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷ്-ഇ മുഹമ്മദ് തുടങ്ങിയ തീവ്രവാദ സംഘടനകളുമായി പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞു. ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് പാകിസ്ഥാനെ വലിച്ചിഴച്ചതിൽ ജനറൽ മുനീറിന്റെ പങ്കിനെക്കുറിച്ച് ജയിലിലായ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അടുത്ത സഹായി പറയുകയായിരുന്നു. ഇന്ത്യയുമായുള്ള സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജനറൽ മുനീറിനെതിരായ വിമർശനം. പ്രത്യേകിച്ച് ആഭ്യന്തര പ്രശ്നങ്ങളുമായും ഇമ്രാൻഖാനുമായും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫും നേടിയ പിന്തുണയുമായും ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി കിടക്കുന്നതാണ്. കാശ്മീർ പാകിസ്ഥാന്റെ കഴുത്ത് ആണെന്ന പ്രസ്താവനകളും ദ്വിരാഷ്ട്ര സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്നതാണ്. അധികാരമാറ്റത്തിനു ശേഷം മുനീറിന്റെ സമീപനം ഏറ്റുമുട്ടൽ മനോഭാവം നിറഞ്ഞതാണെന്ന് ഇമ്രാൻഖാൻ സൂചിപ്പിക്കുന്നു.